ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരുടെയും വിരുദ്ധമായ അഭിപ്രായങ്ങളാണ്. ഒന്ന് വി സി പറഞ്ഞത് തനിക്ക് എല്ലാ അധികാരമുണ്ടെന്ന്. നിങ്ങൾ വേവലാതിപ്പെടണ്ടാന്നേ, നമുക്ക് ഞാനൊരു ശ്രമം നടത്തല്ലേ. നോക്കാം. താറുമാറായതൊന്നും അങ്ങനെ താറുമാറാനൊന്നും പറ്റില്ല. അതാണല്ലോ വി സിയെ വിളിച്ചു വരുത്തിയത്. വി സി വന്നല്ലോ, 1 മാസമൊന്നും ആയിട്ടില്ല. വി സി പോയിട്ടാണ് 21 ദിവസം എന്ന് പറയുന്നത്. അദ്ദേഹം വിദേശയാത്രയ്ക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ പിടിവാശി ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നെ വന്ന് കണ്ടപ്പോ അദ്ദേഹവും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലപാടാണ് മുന്നോട്ട് വെച്ചത്. SFI ഉയർത്തിക്കൊണ്ടുവന്ന വലിയൊരു സമര പോരാട്ടമുണ്ട്. നിരവധി സമരങ്ങൾ ജയിലിലായി. ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു സമവായത്തിലെത്തുമ്പോൾ ഇത് വേറൊരു തരത്തിലൊരു ചർച്ചയിലേക്ക് വരികയാണ്. സർക്കാർ മുട്ടുമടക്കുന്ന ഒരു ആംഗിളിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് സർക്കാർ മുട്ടുമടക്കലൊന്നല്ല. നിങ്ങൾക്ക് പിന്നെ സർവകലാശാല ഇങ്ങനെ കത്തിയരിഞ്ഞ് നിൽക്കണമെന്നായിരിക്കും താല്പര്യം. എന്തായാലും SFIക്കാര് വളരെ നല്ല പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ കാഴ്ചവെച്ചു. അത് അവര് ശരിയുടെ പക്ഷത്ത് തന്നെ നിന്നതാണെന്നാണ് എന്റെ അഭിപ്രായം. ആ സമരം അത് കഴിഞ്ഞല്ലോ. ഇപ്പോ നമ്മുടെ സർവകലാശാലയിൽ പഠന പ്രവർത്തനങ്ങൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം. അതിന് കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ മികച്ച റാങ്കിങ്ങും എല്ലാം നേടിയിട്ടുള്ള സർവകലാശാലയാണ്. കുട്ടികൾക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കണം. അത് വിദ്യാർത്ഥികളുടെ ആവശ്യമാണല്ലോ. അപ്പോ ഈ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിന്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഈ പ്രശ്നത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള നിലപാടുകൾ മനസ്സിലായി. ആ നിലപാടുകളിൽ ആർക്കാണ് തകരാറെന്നൊക്കെ ഉള്ളത് ഏതാണ്ടൊക്കെ ജനസമൂഹത്തിന് മനസ്സിലായി. അപ്പോ ഇനിയത്തെ ഘട്ടത്തിൽ നമ്മൾ വിദ്യാർത്ഥികളുടെ ഒരു വിശാല താൽപര്യത്തെ മുൻനിർത്തി സമാധാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ നടത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നോക്കിയിട്ടുള്ളത്. അതൊക്കെ കുറെ പ്രാവശ്യം പറഞ്ഞതല്ലേ. ആ പിടിവാശിയെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ പിടിവാശിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്നെ കാണാൻ വന്നപ്പോ അങ്ങനെ ഒരു പിടിവാശി അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടില്ല. കാര്യങ്ങള് സെറ്റിൽ ചെയ്ത് പോണം എന്നുള്ള ഒരു സമീപനാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. സിൻഡിക്കേറ്റ് അംഗങ്ങളും മിനിസ്റ്റർ കണ്ടല്ലോ. ആ ഈ രജിസ്ട്രേഷൻ സസ്പെൻഷൻ കാര്യത്തിൽ BCയുടെ ഈ ഉത്തരവ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇനിയിപ്പോൾ അത് അംഗീകരിക്കുമോ? എങ്ങനെയാണ് മിനിസ്റ്ററുമായിട്ടുള്ള ചർച്ച? അവര് എന്ത് അഭിപ്രായമാണ് മുന്നോട്ട് ഇക്കാര്യത്തിൽ? അവരും സിൻഡിക്കേറ്റ് അടിയന്തരമായിട്ട് വിളിക്കണം, അത് പ്രശ്നം ചർച്ച ചെയ്യണം എന്നുള്ള നിലപാടാണ് അവര് ഉയർത്തിയിട്ടുള്ളത്. സസ്പെൻഷൻ ഉത്തരവിന്റെ കാര്യത്തിൽ അവരെന്താണ് ഇപ്പോൾ മിനിസ്റ്റർ ചർച്ചയിൽ ഇപ്പോൾ ഒരു സമവായത്തിന്റെ ഭാഗമായിട്ട് എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് മിനിസ്റ്റർ എടുത്തത്? സിൻഡിക്കേറ്റ് വിളിക്കട്ടെ. സിൻഡിക്കേറ്റ് ചേർന്നാലല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ. അപ്പല്ലേ പ്രശ്നം മൂർത്തമായ നിലയിൽ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ആ സിൻഡിക്കേറ്റ് വിളിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളും വൈസ് ചാൻസലറും ഒരേ അഭിപ്രായത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സിൻഡിക്കേറ്റ് അടിയന്തരമായിട്ട് വിളിക്കും. ഈ സിൻഡിക്കേറ്റ് യോഗത്തില് ആരായിരിക്കും രജിസ്ട്രാറായിട്ട് പങ്കെടുക്കുക? അപ്പൊ രണ്ട് രജിസ്ട്രാർ ഉണ്ട്. ഒന്ന് അനിൽകുമാറുണ്ട്, ഒന്ന് സിൻഡിക്കേറ്റ് നേരത്തെ. അതൊക്കെ സിൻഡിക്കേറ്റ് വിളിക്കുമ്പോ അറിയാം. ഈ രണ്ടിലും ആരായിരിക്കും പങ്കെടുക്കുക? അതൊക്കെ ഇപ്പൊ തന്നെ എല്ലാരോടും വിളിച്ചു കൂടണമെന്നില്ലല്ലോ. അത് സുതാര്യതയൊന്നും ആവശ്യമില്ല. അതിന് നടപടിക്രമങ്ങളിൽ നിയമം പാലിച്ചു പോയാൽ മതി. അതായത് ഞാനല്ല അത് പറയേണ്ടത്. രജിസ്ട്രാറിന്റെ ചുമതല ആരായിരിക്കണം എന്നൊക്കെ ആരാണ് തീരുമാനിക്കേണ്ടത്? ആ അതോറിറ്റിയാണ് തീരുമാനിക്കുക. ഇപ്പൊ 1800 സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടു എന്നാണ് VC പറഞ്ഞത്. ഇപ്പോ മിനി കാപ്പൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെല്ലാം വ്യാജമാണെന്നാണ് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പൊ വിദ്യാർത്ഥി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിന്റെ ഒന്നാമത്തെ ഫേസേ ആയിട്ടുള്ളൂ. ചർച്ചകളൊന്നുമില്ല. നമ്മുടെ സിൻഡിക്കേറ്റിന്റെ പ്രശ്നങ്ങളല്ല. അല്ല, ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടു. ഈ ഒപ്പിട്ടതിൽ മിനി കാപ്പൻ അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകൾക്ക് വാലിഡിറ്റി ഉണ്ടാകുമോ ഇല്ലയോ? അത് വിദ്യാർത്ഥികളെ ദോഷമായി ബാധിക്കുമോ ഇല്ലയോ? മിനി കാപ്പൻ ഒപ്പിടുന്നില്ലല്ലോ സർട്ടിഫിക്കറ്റിൽ. മിനി കാപ്പൻ ഒപ്പിട്ട സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. VC രജിസ്ട്രാർ KS അനിൽകുമാർ നോക്കിയ പരിശോധിച്ച സർട്ടിഫിക്കറ്റില് പരിശോധിച്ചിട്ടില്ല എന്നാണ് VC കുറച്ചാലും
അതൊന്ന് നിങ്ങൾ കണ്ടോ? മിനിക്കാപ്പൻ ഒപ്പിടുന്നില്ല സർട്ടിഫിക്കറ്റിലൊന്നും. മിനിക്കാപ്പൻ രജിസ്ട്രാർ അല്ലല്ലോ ഒപ്പിട, VC അല്ലേ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടണേ. രീതിയിലാണ് ഫയലുകൾ പരിശോധിച്ചുകൊണ്ട് വൈസ് ചാൻസലർക്ക് നൽകിയത്. നമ്മുടെ ചോദ്യം ഇത്രയുള്ളൂ, അത് വിദ്യാർത്ഥികളെ നാളെ ദോഷകരമായി ബാധിക്കും. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ VC ആണ് ഒപ്പുവെക്കുക, പ്രിയപ്പെട്ട സഹോദര. വിദ്യാർത്ഥികളുടെ ആണെങ്കിലും മറ്റേത് സർട്ടിഫിക്കറ്റുകളാണെങ്കിലും രജിസ്ട്രാർ പരിശോധിച്ച ഫയലുകൾ മാത്രമാണ് VC ഇപ്പോൾ പരിശോധിച്ചിട്ടുള്ളത്. അത് മിനിക്കാപ്പൻ പരിശോധിച്ചിട്ടുള്ള ഫയലുകളാണെന്ന് ഇതിനോടകം VC തന്നെ രാവിലെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ ഫയലുകളിൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നാളെ അവർക്ക് ദോഷകരമായി ബാധിക്കുമോ ഇല്ല എന്നാണ് ചോദ്യം. അതിനെപ്പറ്റി എന്തെങ്കിലും രീതിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ദോഷകരമായിട്ടൊന്നും ബാധിക്കില്ല. അത് സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കുന്ന ആള് VC ആണ്. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളപ്പോഴാണ് അദ്ദേഹം ഒപ്പിടുക. VCക്കാണ് അതിന്റെ ചുമതല. സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് പരിഹരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതായത് ഒരു പ്രശ്നത്തുമ്പോ ആണല്ലോ ഈ വിവാദം ഉണ്ടാകുന്നത്. ആ പ്രശ്നം, അത് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാവണല്ലോ. ആ പരിഹാരത്തിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇത്. അതിനുള്ള ചർച്ചകൾ ആരംഭിക്കുമ്പോഴേക്കും നിങ്ങളിങ്ങനെ വേവലാതിപ്പെട്ട് ഓടേണ്ട കാര്യമില്ല. സംഗതി ഒരു തീരത്തണയട്ടെ. അപ്പൊ ഞാനെല്ലാം വിശദമായിട്ട് പറയാം. ചർച്ചകൾ തുടങ്ങുമ്പോഴേക്കും നിങ്ങളിങ്ങനെ ആവേശഭരിതരായിട്ട് ഓടി വന്നാൽ എന്ത് ചെയ്യും? ഒരു തീർപ്പിലേക്ക് എത്തിക്കണ്ടേ നമുക്ക്? സിൻഡിക്കേറ്റ് ഏറ്റവും പെട്ടെന്ന് കൂടാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. സിൻഡിക്കേറ്റ് ഏറ്റവും പെട്ടെന്ന് വിളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർക്കാരിന്റെ നിലപാടിലോ അയവ് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ? സർക്കാർ ഇതുവരെ ഒരു നിലപാടും ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ. മന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിൽ തന്നെയാണ് അന്നും ഇന്നും എന്നും നിൽക്കുക. മന്ത്രി പറയുന്നത് വ്യവസ്ഥാപിതമായ രേഖകൾ, നിയമം പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞതിലൊന്നും ഒരു കാര്യം, ഒരക്ഷരം പിൻവലിക്കാനില്ല. ഇതിൽ ഇന്നലെയും പറഞ്ഞത് തന്റെ ഉത്തരവാണ് ശരി, അതാണ് സർവകക്ഷി സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ളത്, ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നത്. താങ്കൾ പറയുന്നത് സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയതാണ്, അത് നിയമവിധേയമാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ പറഞ്ഞത് അവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാനിപ്പോ എന്താ നിങ്ങളോട് പറഞ്ഞ സിൻഡിക്കേറ്റ് വിളിക്കാൻ പോവാണെന്നാ പറഞ്ഞ. വേറെന്തെങ്കിലും കാര്യം പറഞ്ഞോ? അപ്പൊ നിങ്ങൾ ആരും പരിഭ്രമിക്കണ്ട.